കുറ്റമറ്റ തരത്തിലുള്ള അക്കൗണ്ടിങ് സംവിധാനങ്ങൾ ഈ വിലപിടിച്ച ഉരുപ്പടികളിന്മേൽ ഉണ്ട് അവിടെ. പിന്നെ അത് കൃത്യമായി പ്രയോഗിക്കാതിരുന്നാൽ അത് ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച തന്നെയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വക ഒരു ക്ഷേത്രത്തിൻ്റെയും ഒരു സ്വർണ്ണ വെള്ളി തുടങ്ങിയ വിലപിടിച്ചുള്ള വസ്തുക്കൾ ചേർത്തുള്ള സംരക്ഷണത്തിൻ്റെയോ അതിൻ്റെ പ്രവൃത്തിയുടെയോ ഒരു ജോലികളും പുറത്തേക്ക് കൊണ്ടുപോകാൻ നിയമം അനുവദിക്കുന്നില്ല. സ്പോൺസറുടെ കയ്യിൽ ഈ വില പിടിച്ച സാധനം ഇളക്കി കൊടുത്തത് അത് ചട്ടലംഘനമാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറ്റം തന്നെയാണ്. തീർച്ചയായിട്ടും ശബരിമല കൊടിമരം സ്വർണം പൂച്ചതിന് കൃത്യമായ കണക്കുണ്ട്. അത് ശബരിമല ദേവസ്വത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ കസ്റ്റഡിയിലുള്ള മഹസർ പരിശോധിച്ചാൽ കൃത്യമായി രേഖകൾ ലഭിക്കും. ഇവർ ഇൻവൈറ്റ് ചെയ്ത് വരുത്താതെ, ഇവർ ട്രസ്റ്റ് ചെയ്യാതെ, അല്ല ഇവർ വിശ്വാസത്തിലെടുക്കാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് ചിത്രത്തിൽ വന്നത്? അപ്പോൾ അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി അന്നത്തെ ഭരണ സാരഥ്യമുള്ള ബോർഡ് പ്രസിഡന്റിനും അംഗങ്ങൾക്കും ആവും, അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥന്മാരാകും. ഒരു സുപ്രഭാതത്തിൽ ഒരാളെ കൊണ്ടുവന്ന് ഇത് ഇളക്കി മഹസർ എഴുതി കൊടുത്തു വിട്ടു എന്നൊക്കെ പറഞ്ഞാൽ അത്ഭുതമാണ്, ഇത് അവിശ്വസനീയമാണ്. നമ്പർ വാർ വെരിഫിക്കേഷൻ നടത്തണമെന്നും കൂടുതൽ കുറവ് സ്റ്റേറ്റ്മെൻറ്റുകൾ 3 മാസത്തിലൊരിക്കൽ അയക്കണമെന്നും ചട്ടങ്ങളുണ്ട്. പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അത് 15 വർഷമായിട്ട് അത് പാലിക്കുന്നില്ല. വളരെ സങ്കടകരമായ കാര്യമാണ്. ശബരിമലയിൽ ഭക്തർ സമർപ്പിക്കുന്ന സ്വർണമടക്കം വിലപിടിപ്പുള്ള വസ്തുക്കൾ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിരിക്കുന്നത് കണക്കും രജിസ്റ്ററുമില്ലാതെയാണ്. ഒടുവിൽ ഹൈക്കോടതി തന്നെ ഇടപെട്ട് പരിശോധന നടത്തി പട്ടിക തയ്യാറാക്കാൻ കർശന നിർദ്ദേശം നൽകി. കണക്കെടുപ്പിന്റെ മേൽനോട്ടത്തിന് റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് KT ശങ്കരനെ കോടതി നിയോഗിച്ചിട്ടുമുണ്ട്. എന്തുകൊണ്ട് ഹൈക്കോടതി ഇടപെട്ടു? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വലിയ വീഴ്ച സംഭവിച്ചു. ഈ ഒരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ ഇൻസ്പെക്ഷൻ CR രാധാകൃഷ്ണൻ സാറാണ് ഒപ്പമുള്ളത്. സാർ, ആദ്യമേ ചോദിക്കട്ടെ, ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട കേസിൽ വിശദമായ അന്വേഷണത്തിനാണ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത്. ശബരിമലയിൽ ഭക്തർ സമർപ്പിക്കുന്ന സ്വർണമടക്കം വിലപിടിപ്പുള്ള വസ്തുക്കൾ കണക്കും രജിസ്റ്ററും ഇല്ലാതെയാണോ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? അത് പൂർണ്ണമായും ശരിയല്ല. ശബരിമലയിൽ ഈ ഫെസ്റ്റിവൽ കാലത്ത് അല്ലെങ്കിൽ തീർത്ഥാടന കാലത്ത് ഭക്തന്മാർ സമർപ്പിക്കുന്ന സ്വർണം, വെള്ളി, അതുപോലെ തന്നെ നാണയങ്ങൾ, ഇവയെല്ലാം ശ്രീകോവിലിന് മുമ്പിലുള്ള ഭണ്ഡാരത്തിലാണ് നിക്ഷേപിക്കുന്നത്. അത് അവിടുന്ന് കൺവെയർ ബെൽറ്റ് വഴി താഴെയുള്ള ഈ കൗണ്ടിങ് സെൻറ്ററിലാണ് എത്തുന്നത്. അവിടെ ഒരു സീനിയർ ഓഫീസറുടെ നേതൃത്വത്തിൽ ഒരു ഡെപ്യൂട്ടി കമ്മീഷണർ, അതുപോലെ തന്നെ ഈ സ്വർണം തരംതിരിക്കാനുള്ള അപ്രൈസർ, അതുപോലുള്ള 100-150ഓളം ജീവനക്കാർ, ഇവരെല്ലാം അവിടെ ക്യാമറയൊക്കെ വെച്ച് എല്ലാം സജ്ജീകരണം ചെയ്തിട്ടുള്ള ഒരു കൗണ്ടിങ് സെൻ്ററാണത്. അവിടെയാണ് ഇതിൻ്റെ വേർതിരിക്കലും കൗണ്ടിങ്ങും നടക്കുന്നത്. അപ്പോൾ അവിടെ വെച്ച് നോട്ടുകളും നാണയങ്ങളും കൗണ്ട് ചെയ്ത്, അത് നാണയങ്ങൾ തൂക്കിയും നോട്ട് കൗണ്ട് ചെയ്തും ധനലക്ഷ്മി ബാങ്കിൻ്റെ തൊട്ടടുത്തുള്ള കൗണ്ടറിൽ ഏൽപ്പിക്കും. അതുപോലെ തന്നെ ഫോറിൻ നാണയങ്ങൾ, വിദേശ കറൻസികളും അതുപോലെ വരും. ഇതൊക്കെ ഏൽപ്പിക്കുന്നതിന് അവിടെ ഒരു രജിസ്റ്ററുണ്ട്. അപ്പോൾ ഒരു ദിവസം 3 ഷെഡ്യൂൾ അല്ലെങ്കിൽ 2 ഷെഡ്യൂൾ ഭണ്ഡാരം പ്രവർത്തിക്കുമ്പോൾ ആ ഓരോ ഷെഡ്യൂളും ക്ലോസ് ചെയ്യുമ്പോൾ ആ ഭണ്ഡാരത്തിനൊരു മഹസറുണ്ട്. അത് റെക്കോർഡ് ചെയ്യും. നാണയം ഇത്ര, നോട്ട് ഇത്ര, വിദേശ കറൻസി ഇത്ര, സ്വർണങ്ങൾ എത്ര, വൈഡൂര്യം എത്ര, വെള്ളി എത്ര, ചെമ്പെത്ര, മറ്റിനങ്ങൾ എത്ര. അപ്പോൾ അരി വരാം, അതുപോലെ നാളികേരം വരും, ഇങ്ങനെയുള്ള സാധനങ്ങൾ, കർപ്പൂരം, സാമ്പ്രാണി, ഓട്ട് പാത്രങ്ങൾ, ഭരണി, ഇതെല്ലാം വരും. ഇപ്പോൾ ഇതെല്ലാം വേർതിരിച്ച് അതിലെ ഈ തിരുവാഭരണ വിഭാഗം, തിരുവാഭരണം എന്ന് പറഞ്ഞാൽ സ്വർണം, വെള്ളി ഇനങ്ങളാണ് അതിൽ പെടുന്നത്. അത് പ്രത്യേകം ശേഖരിക്കുകയും അത് ഈ ഫെസ്റ്റിവലിൻ്റെ അവസാനത്തോടു കൂടി, എന്നുവെച്ചാൽ ശബരിമല ഫെസ്റ്റിവൽ പൂർണ്ണമായി കഴിയുമ്പോൾ ആറന്മുളയുള്ള ഈ ശബരിമലയുടെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റുകയുമാണ് ചെയ്തു വരുന്നത്. ആറന്മുള സ്ട്രോങ് റൂമിൽ ഇതിന് പ്രത്യേക പെട്ടികൾ, ശബരിമലയുടെ പെട്ടികളുണ്ട്. അവിടെ സഞ്ചികളിലും അതുപോലെ തന്നെ അത് പൂട്ടുകളിലുമാണ് സൂക്ഷിക്കുന്നത്. അതിൻ്റെ പൂട്ട് ഈ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ കയ്യിലും താക്കോല്, അതുപോലെ സ്ട്രോങ് റൂമിൻ്റെ താക്കോലും ആറന്മുള ACയുടെ കയ്യിലുമാണ്. ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ അത് തുറക്കാൻ പറ്റില്ല. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറും ആറന്മുള അസിസ്റ്റൻറ്റ് കമ്മീഷണറും ചേർന്നാലേ ഈ സ്ട്രോങ് റൂം തുറക്കാൻ പറ്റൂ.
അപ്പോൾ അങ്ങനെ ചുമ്മാതെ ചാക്കി കെട്ടി വെച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അത് പെട്ടിയിലായിരിക്കണം, ശബരിമലയുടെ പെട്ടികളിലായിരിക്കണം വെച്ചേക്കുന്നത്. അത് ഭണ്ണാരം മഹസർ പരിശോധിച്ചാൽ, ഈ ഭണ്ണാരം എന്ന് പറഞ്ഞാൽ ശബരിമലയുടെ കൗണ്ടിങ് സെൻറ്ററിൻ്റെ ഡേ ടു ഡേ ഡെയിലി മഹസർ പരിശോധിച്ചാൽ അതിൻ്റെ തൃപ്തികരമായ ഉത്തരം അത് കിട്ടും. പിന്നെ ഈ സ്വർണങ്ങളെല്ലാം ശബരിമല ഈ സ്ട്രോങ് റൂമിൽ പോകുമ്പോൾ നമ്മുടെ മറ്റുള്ള ക്ഷേത്രങ്ങളിലേക്ക് കൊടിമരത്തിന് സ്വർണം പൂശാൻ, അതുപോലെ വിഗ്രഹങ്ങളുടെ കേടുപാടുകൾ തീർക്കാൻ, അതുപോലെ വിഗ്രഹങ്ങളുടെ കിരീടത്തിൻ്റെ പണികൾ നിർവഹിക്കാൻ, അതുപോലെ മറ്റ് ആഭരണങ്ങളുടെ അറ്റകുറ്റപ്പണി തീർക്കാനൊക്കെ ആവശ്യമായ സ്വർണങ്ങൾ ശബരിമല വരുമാനത്തിൽ നിന്ന് സാധാരണ എടുക്കാറുണ്ട്. അത് എടുക്കുമ്പോൾ അതിന് കൂടുതൽ കുറവ് സ്റ്റേറ്റ്മെൻറ്റ്, അത് ഓർഡർ റെക്കോർഡ് ചെയ്ത് അതിലെത്ര പോയി എത്ര വന്നു എന്നിങ്ങനെ വളരെ വ്യക്തതയോടെ രേഖപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഈ ആകപ്പാടെ 1255 അമ്പലങ്ങളാണുള്ളത്. ഇതിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ തിരുവാഭരണം രജിസ്റ്ററുണ്ട്. ആ തിരുവാഭരണം രജിസ്റ്റർ സമാനമായ കുറ്റമറ്റ തരത്തിലുള്ള അക്കൗണ്ടിങ് സംവിധാനങ്ങൾ ഈ വിലപിടിച്ച ഉരുപ്പടികളിന്മേൽ ഉണ്ട് അവിടെ. പിന്നെ അത് കൃത്യമായി പ്രയോഗിക്കാതിരുന്നാൽ അത് ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച തന്നെയാണ്. മുൻപ് ഇത്തരത്തിലുള്ള ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാൻ കൊണ്ടുപോയതിലടക്കം ഗുരുതര വീഴ്ചകളല്ലേ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്? ശബരിമലയിലെ ഈ ദ്വാരപാലക ശില്പങ്ങൾ പുറത്തു കൊണ്ടുപോകാൻ പറ്റുമോ? എന്താണ് ഇതിന്റെ ഒരു നിയമാവലി എന്നൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ? ഈ ശബരിമലയിൽ നിന്നല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വക ഒരു ക്ഷേത്രത്തിൻ്റെയും ഒരു സ്വർണ്ണ, വെള്ളി തുടങ്ങിയ വില പിടിച്ചുള്ള വസ്തുക്കൾ ചേർത്തുള്ള സംരക്ഷണത്തിൻ്റെയോ അതിൻ്റെ പ്രവൃത്തിയുടെയോ ഒരു ജോലികളും പുറത്തേക്ക് കൊണ്ടുപോകാൻ നിയമം അനുവദിക്കുന്നില്ല. അതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തയ്യാറാക്കി സ്റ്റാറ്റ്യൂട്ടാക്കി വെച്ചേക്കുന്ന നിയമങ്ങളുണ്ട്. 1954 മുതൽ ബാധകമാണ്. അത് ഏതെങ്കിലും തരത്തിലുള്ള അറ്റകുറ്റപ്പണികളോ പുനഃസംഘടനയോ ആവശ്യമുണ്ടെങ്കിൽ ക്ഷേത്ര പരിസരത്ത് വെച്ച് തന്നെ അത് ചെയ്യണമെന്നും, അത് ഡേ ലൈറ്റിൽ രാവിലെ പുലർച്ചെ 6 മുതൽ വൈകുന്നേരം 6 മണിക്കകം തീർക്കണമെന്നും, തീർന്നില്ലെങ്കിൽ ഇത് മഹസർ എഴുതി സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കണമെന്നും, അടുത്ത ദിവസം വീണ്ടും പ്രയോഗിക്കണമെന്നും, ഇതൊരു സീനിയർ ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിലായിരിക്കണമെന്നും വളരെ കർശനമായ ഉത്തരവ് നിലവിലുണ്ട്. ആ ഉത്തരവിന് വിരുദ്ധമാണ് ഇത് ഇളക്കി കൊണ്ടുപോയത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും ഇത് ക്ഷേത്ര സങ്കേതം വിട്ട് കൊണ്ടുപോകാൻ നിയമം അനുവദിക്കുന്നില്ല. അപ്പോൾ അത് ഇളക്കി കൊണ്ടുപോകാൻ ബോർഡ് ഉത്തരവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉത്തരവ് ചട്ടങ്ങൾക്ക് ലംഘനമാണ്. അതേതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ഇത് ഇളക്കാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതും ചട്ടലംഘനമാണ്. അറ്റകുറ്റപ്പണിക്കായി സ്വർണ്ണപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയിരിക്കുന്നത് സ്വന്തം നിലയ്ക്കാണ്. ദേവസ്വം സുരക്ഷാ ഉദ്യോഗസ്ഥർ അനുഗമിക്കണമെന്ന ദേവസ്വം ബോർഡ് ഉത്തരവ് പോലും ഇവിടെ അട്ടിമറിച്ചിട്ടുണ്ട്. സ്വർണം പൂശൽ ശബരിമലയിൽ തന്നെ ചെയ്യാമായിരുന്നു. 20 മിനിറ്റിൽ താഴെ മാത്രം വേണ്ടിവരുന്ന ഇലക്ട്രോ പ്ലേറ്റിംഗ് നടത്താൻ 45 ദിവസത്തോളമാണ് എടുത്തിരിക്കുന്നത്. ഇതിലൊരു ദുരൂഹത സംശയിക്കേണ്ടേ? ഉണ്ട്. കാരണം ഈ സ്വർണം, വെള്ളി തുടങ്ങിയ ഇത്തരം വിലപിടിച്ച ഉരുപ്പടികളുടെ റിപ്പയറിങ്ങും മെയിൻ്റനൻസും ഒക്കെ ക്ഷേത്ര സങ്കേതത്തിലെ വെച്ച് ചെയ്യാവുന്ന നിയമമുണ്ട്. അത് മാത്രമല്ല, അതൊരു മൂന്നാം കക്ഷിയെ ഏൽപ്പിക്കാനും പാടില്ല. കാരണം ബോർഡ് ഉദ്യോഗസ്ഥന്മാരുടെ നിയന്ത്രണത്തിൽ അവരുടെ സാന്നിധ്യത്തിൽ ചെയ്യേണ്ട പണിയാണ്. അഥവാ ഒരു സ്പോൺസർ വന്നാലും അത് നമ്മുടെ സാന്നിധ്യത്തിൽ നമ്മുടെ എസ്റ്റിമേറ്റ് അനുസരിച്ച് നമ്മുടെ പ്രൊസീജിയർ അനുസരിച്ച് ചെയ്യുകയും അതിനുള്ള ചെലവ് സ്പോൺസറെ കൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് അടപ്പിക്കുകയാണ് വേണ്ടത്. സ്പോൺസറുടെ കയ്യിൽ ഈ വില പിടിച്ച സാധനം ഇളക്കി കൊടുത്തത് അത് ചട്ടലംഘനമാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറ്റം തന്നെയാണ്. മറ്റൊരു കാര്യം, എല്ലാത്തിനും കണക്കുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ വിജിലൻസ് ഈ കോടതിയെ അറിയിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് 1999 ശബരിമല ക്ഷേത്രത്തിന്റെ ശ്രീകോവിലടക്കം സ്വർണ്ണപ്പാളി കൊണ്ട് പൂശിയതിന് 30 കിലോയിലധികം സ്വർണം ഉപയോഗിച്ചതായാണ് ഏകദേശ കണക്ക്. കൊടിമരത്തിന് സ്വർണം പൂശിയതിന് എന്തുമാത്രം സ്വർണം ചെലവായി, ക്ഷേത്രത്തിലെ സ്വർണ്ണാഭരണങ്ങളുടെ മൂല്യം എത്രയാണ് എന്നതടക്കം ഒരു കാര്യത്തിലും, പ്രത്യേകിച്ച് സ്വർണത്തിന്റെ കാര്യത്തിൽ കൃത്യമായ ഒരു കണക്കുമില്ല. സ്ട്രോങ് റൂമിൽ സ്വർണ്ണാഭരണങ്ങൾ ഒരു പെട്ടിയിലും സ്വർണ്ണ നാണയങ്ങൾ ചാക്കിൽ കെട്ടിയ നിലയിലുമാണ് സൂക്ഷിച്ചിരിക്കുന്നത്. രജിസ്റ്ററുകളിൽ ഒന്നിനെയും സംബന്ധിച്ച വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല. ശബരിമലയിലുള്ള വസ്തുക്കളെ സംബന്ധിച്ച ഒരു കണക്കുകളും വിവരങ്ങളും രജിസ്റ്ററുകളിൽ ലഭ്യമല്ല എന്നാണ്
വിജിലൻസ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഹൈക്കോടതി ഈ ഒരു സാഹചര്യത്തിലല്ലേ വടിയെടുത്തിരിക്കുന്നത്? അത്രയും ഗുരുതരമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയതിന് ആരാണ് ഉത്തരവാദി? അപ്രകാരം ഒരു റിപ്പോർട്ട് പൂർണ്ണമായും നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ സ്വർണ്ണ നാണയങ്ങളും മറ്റും സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുന്നത് മറ്റേ ബ്ലാക്ക് സഞ്ചികളിലാണ്. ചിലപ്പോൾ ഈ കോയിനൊക്കെ കെട്ടാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം സഞ്ചികളുണ്ട്. അതിൽ വെച്ചിട്ട് പെട്ടികളിൽ അടച്ച് സൂക്ഷിക്കാറുണ്ട്. ഈ ശ്രീകോവിലിൻ്റെ മുന്നിലുള്ള പിന്നെ കൊടിമരത്തിൻ്റെ പണികളും മറ്റും നടത്തുമ്പോൾ അതിന് ഡേ ടു ഡേ മഹസറുണ്ട്. എത്ര സ്വർണം ഉപയോഗിച്ചാണ് ഫോയിൽ ഉണ്ടാക്കിയത്? അതൊക്കെ സാധാരണ ചെയ്യുന്നത് ഈ മെർക്കുറിക് മെത്തേഡാണ്. അത് മെർക്കുറി ഉപയോഗിച്ച് ഈ സ്വർണം പാളികളാക്കി ഒട്ടിച്ചെടുത്ത് അത് ഉരുക്കി ചേർത്താണ് സാധാരണ ഈ പറകളിൽ ഈ കൊടിമരം ഉണ്ടാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ശബരിമല പിന്നെ കൊടിമരം സ്വർണം പൂച്ചതിന് കൃത്യമായ കണക്കുണ്ട്. അത് ശബരിമല ദേവസ്വത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ കസ്റ്റഡിയിലുള്ള മഹസർ പരിശോധിച്ചാൽ കൃത്യമായി രേഖകൾ ലഭിക്കും. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ പീഠം കാണാതായ സംഭവത്തിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ് ദേവസ്വം മന്ത്രിയും ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും പറയുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പകിട്ട് കളയാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി കരുതിക്കൂട്ടി ഗൂഢാലോചന നടത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചത് എന്നൊക്കെയാണ് മന്ത്രിയും ദേവസ്വം ബോർഡൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ടോ? അങ്ങനെ ഗൂഢാലോചന സംശയിക്കണം. അല്ല, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെ നോമിനിയായിട്ടാണ് വന്നത്? അത് നമ്മൾ ആലോചിക്കണം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു മൂന്നാമതൊരു വ്യക്തി ഈ ശബരിമല ഭരിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ ക്ഷേത്രം ഭരിക്കാനുള്ള ട്രസ്റ്റികളാണ്, നിയമിക്കുന്ന ട്രസ്റ്റികളാണ്. ഒന്നുകിൽ ആ ട്രസ്റ്റികൾ അല്ലെങ്കിൽ ഇവിടെ ഉദ്യോഗസ്ഥന്മാർ, ഇവർ കൈകാര്യം ചെയ്യേണ്ട ജോലികളാണ് ഇതെല്ലാം. ഇത് 2019 2025 ഇതെല്ലാം ഇവർ മാത്രം എന്ന് വെച്ചാൽ ബോർഡ് പ്രസിഡന്റ്, അംഗങ്ങളടങ്ങിയ ഫുൾ ബോർഡ്, 2 മെമ്പർമാരും ബോർഡ്, അവരെയാണ്, ആ ട്രസ്റ്റികളെയാണ് അവരുടെ HRA ആക്ട് അനുസരിച്ച് ഈ ചുമതല ട്രസ്റ്റികൾക്കാണ്. റിച്വൽസ് സൂക്ഷിക്കുക, ഇതിൻ്റെ മുഴുവൻ ഈ മുതലുകളുടെ കസ്റ്റോഡിയന്മാർ ദേവസ്വം ബോർഡാണ്. അത് സംരക്ഷിക്കുക. കാരണം ഇത് മൈനറാണ് വിഗ്രഹങ്ങൾ. ഈ മൈനറുടെ വസ്തുക്കളും സ്ഥാവരജംഗമ സ്വത്തുക്കളും സംരക്ഷിക്കാനുള്ള ബാധ്യതയുള്ള ആളുകളാണ് ഈ ബോർഡ് പ്രസിഡന്റും മെമ്പർമാർ, ട്രസ്റ്റികളാണ്. ആ ട്രസ്റ്റികളും ഉദ്യോഗസ്ഥന്മാരും അടങ്ങുന്ന സംഘത്തിലേക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരാൾ എങ്ങനെ വന്നു? ആര് കൊണ്ടുവന്നു? ഇവർ ഇൻവൈറ്റ് ചെയ്ത് വരുത്താതെ, ഇവർ ട്രസ്റ്റ് ചെയ്യാതെ, അല്ലെ ഇവർ വിശ്വാസത്തിലെടുക്കാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് ചിത്രത്തിൽ വന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെ ഈ പാളികൾ കിട്ടി എന്ന് പരിശോധിക്കുമ്പോൾ അതിൻ്റെ പ്രതിസ്ഥാനത്ത് വരുന്നത് അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഉദ്യോഗസ്ഥന്മാരും മാത്രമായിരിക്കും. അത് വേറൊരാൾ കൊണ്ടുവന്ന് അവിടെ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. പുറത്തുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വിവാദത്തിൻ്റെ പേരിൽ ഒരു പബ്ലിക്കിന്, അല്ലെങ്കിൽ ഒരു ഭക്തന്, ഈ സ്ഥാപനത്തിന് വെളിയിലുള്ള ഒരാളെ കൊണ്ടുവന്ന് അവിടെ പ്രതിഷ്ഠിക്കാൻ പറ്റില്ല. നിയമം അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി അന്നത്തെ ഭരണ സാരഥ്യമുള്ള ബോർഡ് പ്രസിഡന്റിനും അംഗങ്ങൾക്കും ആവും, അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥന്മാരാകും. അവർ ഈ 2 കൂട്ടരും അറിയാതെ ഇങ്ങനൊരു പുതിയ പാർട്ടി ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ പഴുതില്ല. ഇവിടെ ഇപ്പോൾ കേന്ദ്ര കഥാപാത്രം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണല്ലോ. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലുകൾ സംശയകരമാണ്. അദ്ദേഹത്തെ ആര് കൊണ്ടുവന്നു? ആരാണ് ഇൻട്രൊഡ്യൂസ്? കാരണം അദ്ദേഹത്തെ ട്രസ്റ്റ് ചെയ്തത് ആരാണ്? അദ്ദേഹത്തെ വിശ്വാസത്തിലെടുത്തത് ആരാണ്? ഇതൊരു വളരെ ഗുരുതരമായ, വളരെ വിലപിടിപ്പുള്ള, വളരെ ഉത്തരവാദിത്തപൂർണ്ണമായി ചെയ്ത് അക്യൂട്ട് കെയർ എടുത്ത് ചെയ്യേണ്ട പ്രവൃത്തികൾ. അത് ഉദ്യോഗസ്ഥന്മാരുടെയും സീനിയർ ഉദ്യോഗസ്ഥന്മാരുടെയും സാന്നിധ്യത്തിൽ എസ്റ്റിമേറ്റ് എടുത്ത്, ഒരു പണിയുണ്ടെങ്കിൽ അതിന് ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാവണം. അതിന് മരാമത്ത് എഞ്ചിനീയർമാരെ കൊണ്ട് എസ്റ്റിമേറ്റ് എടുപ്പിക്കണം. അതിന് ഗോൾഡ് സ്മിത്ത്, നമ്മുടെ അപ്രൈസറെ കൊണ്ട് അത് എത്ര സ്വർണ്ണമാവും നോക്കണം. ആ എസ്റ്റിമേറ്റിന് പടി വേണം വർക്ക് ചെയ്യാൻ. ഇതൊന്നുമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഒരാളെ കൊണ്ടുവന്ന് ഇത് ഇളക്കി മഹസർ എഴുതി കൊടുത്തു വിട്ടു പറഞ്ഞാൽ അത്ഭുതമാണ്. ഇത് അവിശ്വസനീയമാണ്. ശബരിമലയിലെ കെടുകാര്യസ്ഥതയെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്കടക്കമുള്ള പങ്കന്വേഷിക്കാനാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ദ്വാരപാലക പീഠത്തിന്റെയും സ്വർണ്ണപ്പാളുകളുടെയും വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മാത്രമല്ല, ദേവസ്വം ഉദ്യോഗസ്ഥരുടെ അടക്കം പങ്കന്വേഷിക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. ഈ സ്വർണ്ണപ്പാളുകൾ തിരികെ കൊണ്ടുവന്നപ്പോൾ തൂക്കി നോക്കുക എന്ന പ്രാഥമിക ഉത്തരവാദിത്വം പോലും ദേവസ്വം ബോർഡ് കാണിച്ചിട്ടില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്.
ഇനിയിപ്പോൾ ഈ ജഡ്ജിയുടെ അന്വേഷണത്തിൽ സംശയങ്ങൾ പൂർണ്ണമായും തെളിയും? തീർച്ചയായും ഇത് ഉടനീളം, കാരണം ഇതിനെല്ലാം പ്രൊസീജിയറുണ്ട്, ഇതിനെല്ലാം കർശനമായ നിയമങ്ങളുണ്ട്. എപ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് നിലവിൽ ചട്ടങ്ങളുണ്ട്. അത് എവിടെയൊക്കെ ലംഘിച്ചിട്ടുണ്ടെന്ന് പരിശോധനയിൽ ബോധ്യപ്പെടാം. ഒരു തർക്കരഹിതമായ നല്ല ഒരു അന്വേഷണത്തിൽ ഇതെല്ലാം വ്യക്തതയോടുകൂടി വെളിവരും. ബോർഡ് ഭരണവിഭാഗത്തിലുള്ള വീഴ്ചയും ഉദ്യോഗസ്ഥ ഭരണ വിഭാഗത്തിലുള്ള വീഴ്ചയും പുറത്തു വരും എന്നുള്ള കാര്യം തർക്കരഹിതമാണ്. കാരണം ഇതെല്ലാം കൃത്യമായി ചട്ടങ്ങളങ്ങനെ 1 by 1 ആയിട്ട് നിഷ്കർഷിച്ചിട്ടുണ്ട് പഴയ കാലം മുതലേ. അപ്പോൾ അത് ഏതൊക്കെ റൂളുകളാണ് വയലേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് ഒരു അന്വേഷണത്തിൽ വളരെ ക്ലിയറായിട്ട് വ്യക്തമാകും. തർക്കമൊന്നുമില്ല. ശബരിമലയിൽ ഭക്തർ നൽകുന്ന സ്വർണവും പണവും ഉൾപ്പെടെയുള്ള വസ്തുക്കൾ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? ഇത് എന്ത് ചെയ്യും? എങ്ങനെയൊക്കെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്? അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ? ശബരിമലയിൽ ഇപ്പോൾ ഈ ഭക്തർ തരുന്ന സ്വർണവും വെള്ളി ഇതെല്ലാം കൗണ്ട് ചെയ്ത് മഹസർ ചെയ്ത് ഈ ക്യാഷെല്ലാം ബാങ്കിലടയ്ക്കുകയും മറ്റേ സൂക്ഷിക്കേണ്ട സ്ഥാവര സ്വത്തുകൾ സൂക്ഷിക്കേണ്ടത് നമ്മളെ ആറന്മുളയുള്ള സ്ട്രോങ് റൂമിലേക്ക് മാറ്റുകയും അത് അവിടെ ഈ ഓരോ ക്ഷേത്രങ്ങളിലും മഹാക്ഷേത്രങ്ങളിലായാലും ചെറിയ ക്ഷേത്രങ്ങളിലായാലും വളരെ വിലപിടിപ്പുള്ള നമ്മുടെ പ്രധാനപ്പെട്ട ഒരു രജിസ്റ്ററുണ്ട്, തിരുവാഭരണം രജിസ്റ്റർ എന്നാണ് ആ രജിസ്റ്ററിൻ്റെ പേര്. വലിയ ഒരു 10,000 പേജുള്ള രജിസ്റ്ററാവും. ആ രജിസ്റ്ററിൽ ആ ഉരുപ്പടി സംബന്ധിച്ച് അതിൻ്റെ ഏകമാനം, അളവ്, അതിൻ്റെ തൂക്കം, അതിൻ്റെ മാറ്റ് ഇതെല്ലാം രേഖപ്പെടുത്തി വ്യക്തതയോടുകൂടി ആ രജിസ്റ്ററിൽ നമ്പറിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടാവും. ഈ രജിസ്റ്റർ അല്ലെങ്കിൽ ഈ ഉരുപ്പടികൾ ഒരു വർഷത്തിലൊരിക്കൽ വെരിഫൈ ചെയ്യണമെന്നാണ്. നമ്പർ വാർ വെരിഫിക്കേഷൻ നടത്തണമെന്നും കൂടുതൽ കുറവ് സ്റ്റേറ്റ്മെൻറ്റുകൾ 3 മാസത്തിലൊരിക്കൽ അയക്കണമെന്നും ചട്ടങ്ങളുണ്ട്. പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അത് 15 വർഷമായിട്ട് അത് പാലിക്കുന്നില്ല. വളരെ സങ്കടകരമായ കാര്യമാണ്.